ആകാശത്ത് മുഴുവനായും തീ പടർന്നു. സമുദ്രം മുഴുവനായും ഇളകി മറയുന്നു. ഭൂമിയിലെ നിലവിളികൾ കേൾക്കാൻ ആരുമില്ലാതെ ഈ ലോകത്തെ 75% ജീവികളും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയല്ല. 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അതുപോലെ ഇതിനെയാണ് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വംശനാശങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതും. അതെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഡൈനോസറുകളുടെ വംശനാശത്തെ പറ്റിയാണ്. ഇറ്റ്സ് മീ വിജയ്, വെൽക്കം ബാക്ക് ടു മൈ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഒരുപാട് വ്യത്യസ്ത വർഗത്തിൽപ്പെട്ട ജീവികൾ നമ്മുടെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലെങ്കിൽ പോലും മനുഷ്യ മനസ്സുകളിൽ ഇത്രയേറെ സ്ഥാനം പിടിച്ച അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്ത മറ്റൊരു ജീവി വേറെ ഉണ്ടായിരിക്കില്ല എന്നതാണ് സത്യം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഡൈനോസറുകൾ ഭൂമിയുടെ പല ഭാഗങ്ങളിലായി ജീവിച്ചിരുന്നത് കൊണ്ട് ഇവയുടെ ഫോസിലുകൾ ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അമേരിക്ക, ചൈന, അർജന്റീന, കാനഡ, മംഗോളിയ കൂടാതെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും വരെ ഡൈനോസറുകളുടെ ഫോസിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഗുജറാത്തിലെ ബലാസിനോർ ഡൈനോസർ മ്യൂസിയത്തിൽ ഇന്ത്യയിൽ നിന്നും കണ്ടെത്തിയ ഡൈനോസറുകളുടെ ഫോസിലുകൾ നമുക്ക് കാണാനാവുന്നതാണ്. 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 1000-ൽ കൂടുതൽ വർഗ്ഗങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അതിൽ തന്നെ ഡൈനോസറിനെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ വിഭാഗത്തെയാണ് തെറോപോഡ്സുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് അന്ന് ജീവിച്ചിരുന്ന ഡൈനോസറുകളുടെ കൂട്ടത്തിൽ മാംസഭോജികളെയാണ് ഇത്തരത്തിൽ പറയുന്നത്. ട്രൈനോറോസോറസ് റെക്സ്, വെലോസിറേപ്റ്റർ, സ്പിനോസോറസ് എന്നിവയാണ് പ്രധാനമായും ഈ വിഭാഗത്തിൽപ്പെട്ടത്. അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഡൈനോസറുകളിൽ ഏറ്റവും അപകടകാരികൾ ആയിട്ടുള്ള 3 സ്പീഷീസുകൾ ഇവയാണെന്ന് പറയപ്പെടുന്നു. അതിൽ ട്രൈനോറോസോറസ് റെക്സ്, ഈ ഒരു വർഗത്തെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു സ്പീഷീസാണ്. കാരണം പല സിനിമകളിലും ഈ ഒരു വർഗത്തിൽപ്പെട്ട സ്പീഷീസുകളെയാണ് അപകടകാരികളായ ഡൈനോസറിൻ്റെ ഒരു സ്പീഷീസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. കൂടാതെ ഡൈനോസർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ചിത്രം ഈ ഒരു സ്പീഷീസിൻ്റെ തന്നെയായിരിക്കും. ഇവയിൽ മാംസഭോജികൾ മാത്രമല്ല സസ്യഭോജികളുമുണ്ട്. ഇവയെ പൊതുവെ സോറോപോഡ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇതിൽ ഉൾപ്പെടുന്ന സ്പീഷീസുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ബ്രാച്ചിയോസോറസ്, ഡിപ്ലോഡോക്കസ് തുടങ്ങിയവയാണ്. ഇവയുടെ ഒരു ശരീരഘടന നോക്കുകയാണെങ്കിൽ വളരെയധികം നീണ്ട കഴുത്തും വലിയ ശരീരവുമായിരിക്കും. കാരണം ഇവ സസ്യഭോജികളായതുകൊണ്ട് മരങ്ങളിൽ നിന്നുമൊക്കെ ഇലകൾ ആഹാരമാക്കി ജീവിച്ചു പോകുന്നവയായിരുന്നു. മറ്റുള്ള മാംസഭോജികളെ വച്ച് നോക്കുമ്പോൾ ഈ സസ്യഭോജികൾ അത്ര അപകടകാരികൾ ആയി കണക്കാക്കപ്പെടുന്നില്ല. കൂടാതെ സസ്യഭോജികളിൽ പെടുന്ന മറ്റുള്ള ചില വർഗ്ഗങ്ങളാണ് ട്രൈസെറാടോപ്സ്, സ്റ്റെഗോസോറസ്, ആങ്കിലോസോറസ്. ഡൈനോസറുകളുടെ വംശനാശങ്ങളെക്കുറിച്ച് നിരവധി കഥകളും സങ്കല്പങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ശാസ്ത്രലോകം ഏറെക്കുറെ സമ്മതിക്കുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഒരു ഭീമൻ ഉൽക്ക ഭൂമിയിലേക്ക് പതിച്ചതിന് ശേഷമാണ് ഡൈനോസറുകളും അതുപോലെ 75% ജീവികളും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായത് എന്നാണ്. നമുക്ക് ഈ കാര്യം കുറച്ചുകൂടി വിശദമായി തന്നെ പരിശോധിക്കാം. 1970 കാലഘട്ടത്തിൽ ഉൽക്ക ഭൂമിയിലേക്ക് വീണതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു മഹാവംശനാശത്തിന് കാരണമായത് എന്ന ചില സംശയങ്ങൾ ഉയർന്നു വന്നത്. കാരണം 1970കളിൽ വാൾട്ടർ അൽവാരസ് എന്ന ശാസ്ത്രജ്ഞനും അദ്ദേഹത്തിൻ്റെ പിതാവും ഭൂമിയിലെ പുരാതനമായ കല്ലുകളെക്കുറിച്ചും പാറകളുടെ പാളികളെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച പാറകളിൽ അവർ അസാധാരണമായ ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അവർ ശേഖരിച്ച ചില പാറകളുടെ പ്രത്യേക പാളിയിൽ ഇറിഡിയം എന്ന ലോഹത്തിൻ്റെ അളവ് അസാധാരണമായി കൂടുതലായിരുന്നു. ഈ ഇറിഡിയം എന്ന ലോഹം ഭൂമിയിൽ വളരെ അപൂർവമായി കാണപ്പെടുന്ന ഒരു മൂലകം ആണെന്ന് അവർക്കറിയാമായിരുന്നു. പക്ഷേ ബഹിരാകാശത്തിൽ നിന്ന് വരുന്ന ഉൽക്കകളിൽ അവ ധാരാളമായുണ്ട്. ഇതായിരുന്നു അവർക്ക് കിട്ടിയ ആദ്യത്തെ ഒരു സൂചന എന്ന് പറയുന്നത്. ഭൂമിയിലെ ഏതോ ഒരു സ്ഥലത്ത്
ഒരു വലിയ ഉൽക്ക പതിച്ചിരിക്കണം, അതും ഡൈനോസറുകളുടെ വംശനാശം നടന്ന അതേ കാലഘട്ടത്തിൽ. ഈ ഒരു സംശയവും കണ്ടെത്തലുമാണ് പിന്നീട് അവരെ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചത്. പിന്നീട് മെക്സിക്കോയിലെ യുക്താൻ പെനിൻസുല എന്ന ഉപദ്വീപിൽ നിന്ന് മറ്റൊരു ഭീകരമായ തെളിവും അവർ കണ്ടെടുത്തു. ഭൂമിയിൽ മറഞ്ഞു കിടക്കുന്ന ഒരു വമ്പൻ ഗർത്തമായിരുന്നു അത്. ഗർത്തത്തിൻ്റെ ഏകദേശ ഒരു വലിപ്പത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 180 കിലോമീറ്റർ വീതിയുള്ള ഒരു വമ്പൻ ഗർത്തമായിരുന്നു അത്. ഇന്ന് ഇതിനെ അറിയപ്പെടുന്നത് ചിക്സുലബ് ഗർത്തം എന്ന പേരിലാണ്. സയൻറ്റിസ്റ്റുകളുടെ ഒരു ഏകദേശ കണക്കുകൂട്ടലുകൾ പ്രകാരം അതിൻ്റെ വീതി ഏകദേശം 10 മുതൽ 15 കിലോമീറ്റർ വരെയായിരുന്നു. അതായത് ആ ഉൽക്ക പതിച്ച ഏരിയ മുഴുവനായും നശിപ്പിക്കാൻ മാത്രം കപ്പാസിറ്റി ഉണ്ടായിരുന്നു എന്നാണ് ശാസ്ത്രജ്ഞരുടെ ഏകദേശ കണക്കുകൂട്ടലുകൾ. പക്ഷേ ആ ഉൽക്കയുടെ അപകടം അതിൻ്റെ വലിപ്പത്തിൽ അല്ലായിരുന്നു, അതിൻ്റെ വേഗതയിലായിരുന്നു. നിമിഷ നേരം കൊണ്ട് കിലോമീറ്റർ സ്പീഡിൽ ഭൂമിയിലേക്ക് കുതിച്ച ആ ഉൽക്ക അന്തരീക്ഷ പാളി കീറിക്കടന്ന നിമിഷം തന്നെ തീ പിടിച്ചിട്ടുണ്ടായിരിക്കാം. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത വേഗതയിലായിരിക്കും അത് ഭൂമിയിലേക്ക് പതിച്ചത് എന്നാണ് ശാസ്ത്രജ്ഞരുടെ വിശദീകരണം. ഉൽക്കയുടെ ഭാരവും വേഗതയും വച്ച് നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് അണുബോംബുകൾ ഒരുമിച്ച് പൊട്ടിച്ചതിനേക്കാൾ ശക്തമായിരിക്കാം എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഉൽക്ക ഭൂമിയിലേക്ക് പതിച്ച സമയത്ത് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള പ്രദേശത്ത് വരെ ഭൂകമ്പങ്ങൾ ഉണ്ടായി. സമുദ്രങ്ങളിൽ നിന്ന് കൂറ്റൻ തിരമാലകൾ കാരണം സുനാമികൾ വരെ ഉണ്ടായി. കാടുകൾ കത്തി നശിച്ചു. പക്ഷേ ഡൈനോസറുകളുടെ യഥാർത്ഥ നാശത്തിന് കാരണം ഈ സ്ഫോടനങ്ങൾ മാത്രമല്ലായിരുന്നു, അതിനു പിന്നാലെ ആരംഭിച്ച ഇരുട്ടായിരുന്നു. ഉൽക്ക ഭൂമിയിലേക്ക് പതിച്ചപ്പോൾ വൻതോതിൽ പൊടിയും ചാരവും സൾഫറും അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താതെയായപ്പോൾ അന്തരീക്ഷത്തിലെ താപനില പെട്ടെന്ന് കുറയാൻ തുടങ്ങി. മരങ്ങളും ചെടികളും ഒക്കെ സൂര്യപ്രകാശമില്ലാതെ നശിക്കാൻ തുടങ്ങി. മരങ്ങളും ചെടികളും നശിച്ചപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് പെട്ടെന്ന് ബാധിച്ചത് സസ്യഭോജികളായ ഡൈനോസറുകളെ ആയിരുന്നു. ദിവസങ്ങളോളം ഭക്ഷണം ഇല്ലാതെ തുടർന്നപ്പോൾ അവ പതിയെ പതിയെ ചത്തി വീഴാൻ തുടങ്ങി. കൂടാതെ അവയെ ആശ്രയിച്ച് ജീവിക്കുന്ന മാംസബുക്കുകളെയും ഇത് പതിയെ പതിയെ ബാധിച്ചു തുടങ്ങി. ഭൂമിയിലെ ഭക്ഷ്യശൃംഖലയെ തന്നെ ഇത് ബാധിച്ചതോടെ ഭൂമിയിലെ 75% സ്പീഷീസുകളും അന്ന് നശിച്ചു എന്നാണ് സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. ഡൈനോസറുകളുടെ വംശനാശം ഒരു നിമിഷം കൊണ്ട് നടന്നതല്ല. ഭൂമിയിൽ ഉൽക്ക വീണതിനു ശേഷം ഡയറക്റ്റ്ലി ആൻഡ് ഇൻഡയറക്റ്റ്ലി നടന്ന പ്രതിഭാസങ്ങൾക്ക് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു വംശനാശത്തിന് കാരണമായത്. അതിൽ പല ഘട്ടങ്ങളും ഇവയുടെ നാശത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൈനോസറുകൾ ഇല്ലാതായതോടെയാണ് മറ്റു പല സസ്തനികൾക്കും വളരാനുള്ള ഒരു അവസരം ലഭിച്ചത് എന്നത് മറ്റൊരു സത്യം. ഇവയിൽ നിന്നാണ് പിന്നീട് മനുഷ്യരും രൂപപ്പെട്ടത്. അതായത് ഉൽക്ക അന്നത്തെ കാലത്ത് ഭൂമിയിൽ പതിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ കഥ പറയാനും ഈ കഥ കേൾക്കാനും നമ്മളിൽ ആരും തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് സത്യം. ഇത്തരം കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ വിജയ് സൈനിങ് ഓഫ്.